പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രതീക്ഷിതമായ വരവ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സൂരജിന്റെ ലൈഫിൽ. തന്റെ വീടിന്റെ മുകളിൽ ഇനി മീനുവും അമ്മയുമാണ് താമസിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവായി പോയി ഇത്. ഇതേ തുടർന്ന് മീനുവിനെ മൈൻഡ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ സൂരജ്. പക്ഷേ സൂരജിന്റെ നീക്കങ്ങൾക്കെല്ലാം ഇതേ തുടർന്നാണ് തിരിച്ചടികൾ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഈ സമയം ചിന്താമണി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നും അതിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് കൂടുതൽ അടുക്കാനുള്ള നീക്കങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് അവൾ പോകുന്നത്. ഇതിനായി കൂടുതൽ സഹായം അഞ്ജലിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം ഇതേ തുടർന്ന് വളരെ നന്നായി ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ചിന്താമണി. ഇതെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ച് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സൂരജ്. പക്ഷേ ഇതേ തുടർന്നാണ് സൂരജ് ഒടുവിൽ സത്യങ്ങൾ തിരിച്ചറിയാനിടയാകുന്നത്. തന്നെ വഞ്ചിക്കുകയായിരുന്നു ചിന്താമണി എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന സൂരജ് ഇതേ തുടർന്ന് ചിന്താമണിയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നീയല്ല ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നീ കാര്യങ്ങൾ എന്നോട് ഇപ്പോൾ തുറന്ന് പറയുകയാണ് വേണ്ടത്. ഇനിയും കാര്യങ്ങൾ മറച്ചു വെച്ചാൽ യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മുത്തശ്ശി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നീ ഇനിയെങ്കിലും സത്യങ്ങൾ അറിയണം എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ചിന്താമണിയല്ല ഈ ഭക്ഷണമെല്ലാം പ്രിപ്പയർ ചെയ്ത് നിനക്ക് തരുന്നത്. അത് മീനു തന്നെയാണ്. മീനുവിൻ്റെ കൈപുണ്യമാണ് അത്. അത് മറ്റൊരാൾക്ക് പിടിച്ചു വാങ്ങാൻ സാധിക്കുന്ന ഒന്നല്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം. പക്ഷേ ഞാൻ ഇവളെ സഹായിക്കണം എന്ന് കരുതിയാണ് ഈ കാര്യങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മറച്ചു വെച്ചത്. ഇനിയും ഇങ്ങനെ മറച്ചു വെക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം നിന്നോട് തുറന്നു പറയാൻ തയ്യാറായി മുന്നിലേക്ക് വരുന്നത്. അതെ, ചിന്താമണി നിന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നത് തന്നെയാണ് സത്യം. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ചിന്താമണി കരഞ്ഞിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം. സൂര്യചേട്ടന്റെ സ്നേഹം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചെയ്യുകയില്ലായിരുന്നു. എനിക്ക് സൂര്യചേട്ടനെ അത്രയധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സൂരജ് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ ഇനി ഹാൻഡിൽ ചെയ്യാനുള്ള പദ്ധതി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും നീ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് മുത്തശ്ശി ഇതേ തുടർന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ പ്ലാനുമായി മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതേ സമയം തൻ്റെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കട തുറക്കുന്നതിനായുള്ള നീക്കങ്ങളും ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മീനു പുതിയൊരു ജീവിതം കൃത്യമായി തുടങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന സൂരജ് ആദ്യം ഇതെല്ലാം പുച്ഛിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. എങ്കിലും മീനുവിൻ്റെ നല്ല നീക്കങ്ങളെല്ലാം ഇതേ തുടർന്ന് സൂരജ് മനസ്സിലാക്കാൻ ഇടയായിരിക്കുകയാണ്. ഇതോടെ സൂരജും വളരെയധികം ഇംപ്രസ്ഡ് ആയി മാറുകയും ചെയ്യുന്നു. മാത്രവുമല്ല, തൻ്റെ ഭാഗത്ത് നിന്നാണ് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സൂരജ് ഒടുവിൽ ക്ഷമ പറയുന്നതിനുള്ള തീരുമാനം എടുത്ത് മീനുവിനെ ചെന്ന് കാണുന്നു. പക്ഷേ മീനു തന്നോട് ക്ഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും സാറിനെ പോലെയുള്ള വലിയൊരാൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ താഴുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ട്. അത് എനിക്ക്
മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇനി ഇങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നുള്ള വാഗ്ദാനം മീനുവിന് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സൂരജ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.